എന്നിട്ട് നോക്ക്. ആരാണ് തന്റെ കുട്ടി? രാവിലെ തന്നെ ഭയങ്കര കഴിവ്. ഈ തോണി ഇപ്പം അക്കരയ്ക്ക് പോകും. പോയിട്ട് ഇത്തിരി അത്യാവശ്യം ഉണ്ടായിരുന്നു. അത്യാവശ്യം. ഓഹോ, അത്യാവശ്യമുള്ള ഒരു വല്ല വിമാനത്തിന് പോകണം. നിങ്ങളുടെ സൗകര്യത്തിന് തോണി എടുക്കാൻ പോകാനൊന്നും എനിക്ക് പറ്റത്തില്ല. രാവിലെ തന്നെ ഭയങ്കര തമാശയാണല്ലോ. പക്ഷെ ഈ ഗൗരവം കണ്ടാൽ താൻ ഓടിക്കുന്ന കപ്പലാണെന്ന മട്ടിലാണല്ലോ. എന്താ അധികം തമാശ ഇങ്ങോട്ട് വേണ്ട. ഇയാൾക്ക് മിണ്ടാനും കുഴയാനും പറയാനൊക്കെ എന്നെ മാത്രമേ കിട്ടുള്ളൂ. തോണി തുടങ്ങിയെടുത്ത വരുമാനം കൊണ്ട് വേണം കഞ്ഞു കൊടുത്ത് പോകാനായിട്ട്. ദയവ് ചെയ്ത് അതില്ലാണ്ടാക്കരുത്. നിന്നോട് ആരാടി പറഞ്ഞ ഇങ്ങനെ കഷ്ടപ്പെടാൻ? അതിനല്ലേ തണ്ടും തടിയുള്ള ഞാൻ ഇവിടെ നിൽക്കുന്നേ. മാധവേട്ടാ എന്നൊന്ന് ഉറക്കെ വിളിച്ചാൽ പോരെ? ആ സെക്കൻഡ് ഞാൻ ഇവിടെ എത്തില്ലേ. എന്താ കുട്ടി ഇത്? കയ്യിൽ നല്ല ഒന്നൊന്നര മന്ദര ഇരിക്കണം. ഒന്നങ്ങോട്ട് തന്നാലുണ്ടല്ലോ. എന്റെ ദൈവമേ, ഇന്ന് ആരെയാണ് അവനെ കണി കണ്ടുകൊണ്ട് ഇറങ്ങിയത്? ഞാൻ നിന്നെയും കൊണ്ടേ പോകും മോളെ. സത്യം പറയാലോ, എനിക്ക് എന്താടി ഒരു കുഴപ്പം? സൗന്ദര്യമില്ലേ, നല്ലൊരു ജോലിയില്ലേ, പിന്നെ എന്താ എത്ര പിടിവാശി? പറ. എനിക്കെല്ലാം ഇത്തിരി കൂടുതലാ. പ്രത്യേകിച്ച് ഈ നാക്ക്. ഒരു ലൈസൻസും ഇല്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നേരെ എന്റെ പുറകെ നടന്ന കൈയും കാലം ഞാൻ തല്ലി ഓടിക്കും. അങ്ങനെ പറയില്ലടി. നിന്നെ അത്രയ്ക്ക് ഇഷ്ടമാണല്ലേ ചേട്ടൻ ഇങ്ങനെ പുറകെ നടക്കുന്നത്? എടി പൊടിനൊക്കെ തന്നെ വീട്ടിൽ പോയാളെ വിളിക്കണം. വലിയ അവകാശം കാണിച്ചിരിക്കണം. തനിക്കിപ്പോ എന്താ വേണ്ടേ? അക്കരയ്ക്ക് പോണം, അത്രയല്ലേ ഉള്ളൂ. കയറി ഇത്തിരി നട്ടം വന്നാലും വേണ്ടില്ല. മനസ്സമാധാനാണല്ലോ ഏറ്റവും വലുത്. ഇതാദ്യം ചെയ്ത പോരായിരുന്നോ? ആ പോട്ടെ, പതി അങ്ങോട്ട് തൊഴേ. പിന്നെ ചേട്ടൻ തേത്ത് വെള്ളം തെറിപ്പിക്കല്ലേ. പതി തൊഴേ. ഒന്ന് മിണ്ടാതിരിക്കണം. കണ്ടെടുത്ത് അടിക്കും ഞാൻ. ഏത് നേരം ചലപ്പില്ല നാലച്ചോണ്ടിരിക്കും. സൂര്യൻ കെടുത്താൽ മുൻകോപം ഇത്തിരി കൂടുതലാ. താരവട്ട മെരുക്കാം. ഒന്ന് ആഞ്ഞു തൊഴിയടി കാന്താരി. എന്തോ കാണിക്കും കൂടുതലാണല്ലേ? അടങ്ങിയിരിക്കൂടെ അവിടെ. നമ്മുടെ ഹണിമൂണ് ചിലപ്പോൾ ഈ കാര്യം തന്നെയാകണം. എന്താ? ഒന്നുമില്ല. ഞാൻ ഇത്തിരി സ്പീഡിൽ തുഴയാൻ പറഞ്ഞതാ. ഇത് റോക്കറ്റ് അല്ല. റോക്കറ്റ് ആയിരിക്കും തോന്നും. അങ്ങനെയൊക്കെ പ്രായം അതല്ലേ. തൊഴ